രശ്മി അനിൽ മിനിസ്ക്രീനിൽ പ്രേക്ഷകരുടെ പ്രിയ താരം. കോമഡി നമ്പറുകളൊക്കെയായി രശ്മി ചേച്ചി അരങ്ങേറ്റി എത്തുമ്പോൾ അത് നമുക്കെല്ലാവർക്കും ഒരു ചിരി വിടരുന്ന ഒരു സന്തോഷം തന്നെയാണല്ലേ. ഇതിനോടകം നിരവധി സിനിമകളിലും ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. അധ്യാപനത്തിൽ നിന്നുമാണ് രശ്മി ചേച്ചി അഭിനയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും സജീവമാണ്. ചേച്ചിയോട് തന്നെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം, സ്വാഗതം. നമസ്കാരം. സിനിമ സീരിയലിലൊക്കെ വലിയ തിളക്കം, എന്താ പറയുക, ഇപ്പോൾ വളരെ ബിസി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. കുറേ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടെന്ന് അറിയുന്നുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ മിനി സ്ക്രീനിൻ്റെയും ബിഗ് സ്ക്രീനിൻ്റെയും മുഴുവൻ ഇഷ്ടവും നേടിയെടുത്ത ഇങ്ങനെ ഇത്തരത്തിൽ ആളുകളെ ചിരിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? അതിപ്പോ അങ്ങ് വന്നു പോന്നതാ, നമ്മളായിട്ടൊന്നും ചെയ്യുന്നതല്ല. ഫേസ്ബുക്കിലേക്ക് വീഡിയോസ് ഞാൻ നോക്കുമ്പോൾ ഫോട്ടോസൊക്കെ എല്ലാത്തിനും ചിരിച്ചിട്ടുള്ള പോസ്റ്റുകൾ തന്നെയുള്ളത്. അപ്പൊ അതെങ്ങനെയാ, പണ്ട് പോലെ എങ്ങനെയായിരുന്നോ? അതെ അതെ, പണ്ടേ എനിക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ചുറ്റുമുള്ളവരെ ചിരിപ്പിക്കാനും എനിക്കിഷ്ടമാണ്. അപ്പൊ അങ്ങനെ ചിരിപ്പിച്ചും കൊണ്ടും കൊടുത്തും നേടിയതാണ്. ഈ ചെറുപ്പം മുതൽ തന്നെ അഭിനയത്തോട് വലിയ താല്പര്യമായിരുന്നല്ലേ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ, ചെറിയ ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അഭിനയിച്ചു തുടങ്ങിയായിരുന്നു. മോണോ ആക്ടുകളും പിന്നെ ചെറിയ ചെറിയ നാടകങ്ങളും സ്കിറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ. ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. KPSC 3 നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് അഭിനയം എന്താണെന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ പോയിട്ടുണ്ട്. സ്കിറ്റുകളൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി വിന്നേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് അഭിനയിക്കാനൊന്നും അറിയാതെ പോയി നിന്ന് അഭിനയിച്ചതാണ് അതെല്ലാം. പക്ഷെ നാടകത്തിന് പോയപ്പോഴാണ് എന്താണ് അഭിനയമൊന്നും, എങ്ങനെയാണ് സ്റ്റേജിൽ നിൽക്കേണ്ടത്, എങ്ങനെയാണ് ഡയലോഗ് പ്രസന്റ് ചെയ്യേണ്ടത്, അതെല്ലാം പഠിച്ചത്. ഇപ്പോഴും ഒന്നും പഠിച്ചെന്ന് ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നില്ല, പഠിച്ചു തുടങ്ങിയത് അവിടുന്നാണ്. അധ്യാപികയായിരുന്നല്ലോ, അപ്പൊ ഇതിന് ശേഷമാണോ, നാടകത്തിന് ശേഷമാണോ അധ്യാപനം? നാടകത്തിന് ശേഷം ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ് KPSC ജോയിൻ ചെയ്യുന്നത്. അതിന് ശേഷമാണ്, എന്റെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ BEd എടുത്തതും PG ചെയ്തതും എല്ലാം. അപ്പൊ ഈ ഒരു അധ്യാപകയിൽ നിന്ന് ആ ഒരു റോളിൽ നിന്നൊക്കെ അഭിനയത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. വീട്ടുകാരൊക്കെ സമ്മതിച്ചിരുന്നോ ഞാൻ ഇനി അഭിനയത്തിലേക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ, അതും ഈ ഒരു ജോലിയൊക്കെ ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുമ്പോൾ? ഞാന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയതാണ്, ഒരു സീരിയലിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയതാണ്. പക്ഷെ ആ സമയത്ത് അച്ഛൻ വിട്ടില്ലായിരുന്നു. പിന്നെ KPSC വിളിച്ചപ്പോ അവിടെ അറിയാവുന്ന കുറച്ച് ആൾക്കാർ ഉള്ളത് കൊണ്ടും അച്ഛന് അതിനോടൊരു അനുഭവം ഉള്ളത് കൊണ്ടും അങ്ങനെയാണ് KPSC വിട്ടത്. പക്ഷെ പിന്നെ പറഞ്ഞു ഇനിയും വേണ്ട, അഭിനയിക്കാനൊന്നും പോകണ്ട, ഇനി കല്യാണം എന്നും പറഞ്ഞിട്ട് കല്യാണം ഒന്ന് നടത്തി. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വന്നതിന് ശേഷം 2 കുട്ടികളും ആയതിനു ശേഷമാണ് വീണ്ടും അഭിനയത്തിലേക്ക് വരുന്നത്. തീർച്ചയായും അത് മകന്റെ ഒരു കാര്യമുണ്ട് അല്ലേ, ആ ഒരു ചേച്ചിയുടെ ജേണിയിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും ചേച്ചി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ, അവനെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ജനിച്ചില്ലാന്നെങ്കിൽ ഇയാൾ എങ്ങനെ നടിയായെന്ന് ചോദിക്കാറുണ്ട്. ഈ അശ്വമേധം, മുടിയനായ പുത്രൻ, ഈ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാടകങ്ങളിൽ അഭിനയിച്ചപ്പോൾ എന്താണ് അതിൽ നിന്ന് കൂടുതലായി പഠിക്കാൻ പറ്റിയത്, ഇപ്പോഴുള്ള അഭിനയത്തിൽ നിന്നും അന്നത്തെ ഒരു നാടകവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ? അല്ല, പഠിക്കാന്ന് വെച്ചാൽ ഇപ്പോഴും എന്റെ അടുത്ത് എല്ലാവരും ചോദിക്കും സ്കിറ്റൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കുമെന്ന് ചോദിക്കും. പക്ഷെ അന്ന് കിട്ടിയ ആ ട്രെയിനിങ് ആണ്, അതാണ് നമുക്ക് നാടകം ചെയ്തിട്ടുള്ള ഒരാൾക്ക് പിന്നെ ഒന്നും ഒരു പ്രശ്നമല്ല. പിന്നെ സിനിമയാണേലും സീരിയലാണേലും സ്കിറ്റുകളാണേലും ഒന്നും ഒരു പ്രശ്നമല്ല. സ്റ്റേജ് കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ പിന്നെ എല്ലാം കൂടെ വന്നോളൂ. അതന്നെ, ചേച്ചിയുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്കിറ്റിലൊക്കെയാണ് കാണുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടറിൽ നമ്മൾ ഉൾക്കൊണ്ട് അതിൽ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ടും ചിരി നമുക്ക് തന്നെ വരും അല്ലെ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പ്രേക്ഷകരും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഈ സ്കിറ്റ് എവിടെ ചെന്നാലും അവരുടെ കുടുംബത്തിലെ ഒരാള്, അവരുടെ ഒരു സ്വന്തം ഒരാള് എന്നുള്ള രീതിയിലാണ് നമ്മളോട് എല്ലാവരും ഇടപെടുന്നത്. പിന്നെ അവര് പറയുന്നത് നമുക്ക് ചിരിക്കാൻ പറ്റുന്ന, നമ്മളെ കാണുമ്പോഴേ ചിരി വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതൊരു ദോഷമാവാം ഗുണമാവാം. നമ്മളൊരു സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോഴും ആൾക്കാർ ചിരിക്കുന്നെങ്കിൽ അതും നമ്മുടെ ഒരു നെഗറ്റീവ് അല്ലേ. പക്ഷേ ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. അതെ, സീരിയസ് ക്യാരക്ടറും ചെയ്തു. ഇപ്പൊ ഞാൻ ഈ ശുക്രൻ എന്ന് പറഞ്ഞ അടുത്തിടെ ഒരു സിനിമ ചെയ്തിരുന്നു. അപ്പൊ അതിലൊക്കെ ഒരു ടീച്ചറുടെ ക്യാരക്ടറൊക്കെ, അതൊക്കെ പിള്ളേരെ പ്രാകുന്ന, അത് കോമഡി അല്ല, പ്രാകുന്നൊക്കെ ഒരു ടീച്ചർ. നമുക്കും ഉണ്ടാവും അങ്ങനത്തെ കുറച്ച് ടീച്ചർമാര്. അതുപോലെ ഒരു ടീച്ചറായിരുന്നു അത്. ഇപ്പൊ ഇന്ന് ഈവനിങ് പൂവച്ചൽ ഖാദർ അവാർഡുണ്ട് ആ സിനിമയുടെ, അതിനാണ് സഹനടിക്കുള്ള അവാർഡ് കിട്ടിയത്. പിന്നെ എല്ലാം നമ്മുടെ അംഗീകാരങ്ങളെ, ഇപ്പൊ 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, അതെല്ലാം ഈ ചിരിയിൽ നിന്ന് തന്നെ നമ്മൾ നേടിയതാണ്.
തീർച്ചയായും അത് ആ അഭിനയം ആളുകൾ ഉൾക്കൊണ്ട് അത് അവർ അംഗീകരിച്ചതിന്റെ ഒരു സമ്മാനം അല്ലേ? അതെ അതെ അതെ. ഇപ്പം എന്നോട് ചെറുതിലെ ആരാവണോന്ന് ചോദിക്കുമ്പോൾ KPS ലളിത ആവണോന്ന് പറയുന്ന ആളായിരുന്നു ഞാൻ. എനിക്ക് ഹരിശ്രീ അശോകൻ അങ്ങനെ ഒരു കമന്റും കൂടെ ചേച്ചിനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ അനൂപേട്ടനും എല്ലാരും പറഞ്ഞിട്ടുണ്ട് KPSC-നും കൂടെ നിന്റെ പേരിന്റെ കൂടെ ചേർത്ത് കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ തെസ്ലി ചേച്ചിയെ ഫോണിൽ വിളിച്ചപ്പം ചേച്ചി എന്റെ അടുത്ത് പറയുന്നത്, എടി ഒരുപാട് നാളെ ശേഷം ലളിതാമ്മയുടെ ശബ്ദം കേട്ട പോലെ എനിക്ക് തോന്നി നിന്നോട് സംസാരിച്ചത്. അതാണ് ആ ഒരു ചിരിയിലൊക്കെ ആ ഒരു രീതി ഉണ്ട്. എനിക്കൊന്ന് ഉള്ളിൽ ഒരുപാട് അമ്മയുടെ ആരാധന ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മളും അറിയാതെ അങ്ങനെ ആയി മാറുമായിരിക്കും. എനിക്കറിയത്തില്ല. അവരൊക്കെ എത്രയോ വലിയ നടി, നമ്മളൊന്നും അവിടെ ഒന്നും എത്തത്തില്ല. എന്നാലും എല്ലാരും പറയുമ്പോ ഒരു സന്തോഷം. തീർച്ചയായും കൂടെ ചിരിപ്പിച്ച അല്ലേ ഒരുപാട് ഇങ്ങനെ ഒരു അതുല്യ പ്രതിഭകൾ ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി. ഇപ്പൊ സലീം കുമാർ ചേട്ടനൊക്കെ ആണെങ്കിലും നമുക്കത് അതൊന്നും നികത്താൻ പറ്റാത്ത ഈ ഒരു സിനിമാ മേഖല അല്ലെങ്കിൽ ടെലിവിഷൻ എല്ലാ മേഖലയിലും വലിയൊരു ഒരു ബ്ലാങ്ക് ആയിട്ട് അവിടെ കിടക്കും ആ പേരുകൾ ആ പേജുകളൊക്കെ. അവരെ കോർത്തെടുക്കുമ്പോൾ എങ്ങനെയോ തോന്നുന്നത്? കാരണം അവരുടെ കൂടെയൊക്കെ സമയം ചെലവഴിച്ച ആളല്ലേ. അതെ അതെ. ഇപ്പം ഈ പറഞ്ഞ എല്ലാവരുടെയും കൂടെ ഒരു സ്റ്റേജിലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസിലെങ്കിലും നമുക്ക് പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്നിൽ അവർ ജഡ്ജായിട്ട് ഇരിക്കുമ്പോഴെങ്കിലും നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള അവസരമെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പോയവരെ എല്ലാവരെയും കാണാനും അവരുടെ കൂടെ സഹകരിക്കാനും ഉള്ള അവസരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ എത്രയോ വലിയ പ്രതിഭ. അവരെല്ലാം നമ്മളെ അംഗീകരിക്കാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എല്ലാവരും നമ്മള് നന്നായിരിക്കുന്നു, നമ്മുടെ പെർഫോമൻസ് അവർക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ തന്നെ അപ്പൊ തന്നെ നമ്മള് പകുതി വിജയിച്ചു. തീർച്ചയായും ചേച്ചി വേറൊരു ലക്ക് എന്ന് പറഞ്ഞാൽ ചേച്ചി ആ ഒരു കാലഘട്ടത്തിൽ അല്ലേ നാടകത്തിൽ നിന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സിനിമയുടെ ഒരു രീതിയും കണ്ടു, സീരിയല് എല്ലാത്തിലും കൂടെ മിക്സ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു മാറ്റം തന്നെ ചേച്ചിക്കും അറിയാൻ സാധിക്കുമായിരിക്കും അല്ലേ? ഇപ്പം ഞാൻ പറയില്ലേ, നാടകത്തിനോടുള്ള ഭയങ്കരമായ ഇഷ്ടം ഇപ്പം സ്റ്റേജ് ഷോകളുണ്ടല്ലോ. ഇപ്പം ഞാൻ തിരുവനന്തപുരം നർമ്മകല എന്ന് പറയുന്ന ഒരു ട്രൂപ്പുണ്ട്. 2 വർഷമായിട്ട് ഞാൻ അവരുടെ കൂടെയാണ് ഞാൻ പ്രോഗ്രാമിന് പോകാറുണ്ട്. അപ്പൊ അന്ന് നാടകത്തിന് പോയ അതേ ഉത്സവ പറമ്പുകളിലൊക്കെ ഇപ്പൊ വീണ്ടും നമുക്ക് പോകാൻ പറ്റുന്നത്. പക്ഷെ അന്ന് നമ്മളെ തിരിച്ചറിയുന്ന ആരും ഉണ്ടായിരുന്നില്ലായിരിക്കും. പക്ഷെ ഇന്നിപ്പം നമ്മൾ ചെല്ലുമ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം, നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. വീണ്ടും നമ്മള് രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാതെ മിമിക്രി വേദികളിലൂടെ സ്കിറ്റുകൾ അവതരിപ്പിക്കാൻ ഇപ്പോഴും നമുക്ക് പോകാൻ പറ്റുന്ന ഭയങ്കര സന്തോഷം തോന്നുന്നു. തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അനിലേട്ടൻ കൂടിയുള്ളത് കൊണ്ട് തന്നെ അത്രത്തോളം ഒരു ഹാപ്പി ആയിട്ടല്ലേ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുണ്ട്. ഇപ്പൊ വിവാഹത്തെക്കുറിച്ചും വിവാഹശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും മിക്ക നടിമാരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇപ്പൊ കുറച്ചും കൂടെ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് കുറേയധികം കാരണങ്ങൾ പറയാനുണ്ടാവും. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു ആ ഒരു മാറ്റം? മാറ്റം എന്ന് വെച്ചാൽ അനിലേട്ടനെ സംബന്ധിച്ച് ഒരു ബ്യൂട്ടി പാർലറിൽ പോകുന്നതോ ഒരുങ്ങുന്നതോ അല്ലെങ്കിൽ കൂടുതൽ ഒരാളോട് സംസാരിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. ആദ്യത്തെ ഒരു കുറച്ചു നാള് പുള്ളി എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ കുറച്ചു നാൾ എടുത്തു. അതിനുശേഷമാണ് എന്റെ ആഗ്രഹങ്ങൾ പറയുന്നതും. അപ്പൊ നിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ ഓക്കെ ഞാൻ കൂടെ. പിന്നെ പുള്ളിയാണ് ശരിക്കും ചേഞ്ച് ആയത്. ഞാനല്ല ചേഞ്ച് ആയത്, പുള്ളി. ഞാൻ ഇത് തന്നെയായിരുന്നു അന്നും ഇന്നും എന്നും. പക്ഷെ പുള്ളി ഭയങ്കരമായിട്ട് മാറി. പുള്ളി എനിക്ക് ഭയങ്കര സപ്പോർട്ടായി. ഇപ്പം ഞാനൊരു കാര്യത്തിന് മടിച്ചു നിന്നാൽ പോലും പുള്ളിയാണ് എന്നെ മുന്നിലേക്ക് നിർത്തുന്നത്. അപ്പൊ ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു വേദിയിൽ പോയാൽ പോലും ഞാൻ ഏറ്റവും ബാക്കിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പുള്ളി എന്നെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടിരുത്തും. അതാണ് പുള്ളി. അത് ഭയങ്കര ഒരു അല്ലേ ആ ഒരു തണലും താങ്ങും ഒക്കെ നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു ഹാപ്പിനെസ് നൽകും. അത് ഞാൻ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും പറഞ്ഞിട്ടുണ്ട്. നല്ല താങ്ങായിരുന്നു. ഇപ്പൊ കുറച്ച് തണലും കൂടെ ആയിട്ടുണ്ടോ. അത് കലക്കി. പിന്നെ ചേച്ചി ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്? ഇപ്പൊ മിക്ക നടിമാരും അല്ലെ യൂട്യൂബൊക്കെ ഉപയോഗിച്ച് തുടങ്ങി, അവരും അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കിടുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ ബോൾഡ് ലുക്കിലുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ പലപ്പോഴും അധിക്ഷേപങ്ങളും വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വരാറുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങളെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അല്ല, നമ്മളെന്തിനാ നമ്മുടെ കാര്യം തന്നെ നോക്കാൻ നമുക്ക് സമയമില്ല. അപ്പൊ പിന്നെ നമ്മളെങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു പോകുന്നത്? എന്തായാലും അത് അവരുടെ ഇഷ്ടം, അവരിട്ടോട്ടെ. അതും നമുക്കൊരു ബൂസ്റ്റ് ആണല്ലേ? അതെ അതെ. ഇപ്പോ ഈ സിനിമ അല്ലെങ്കിൽ അഭിനയം, സീരിയൽ ഇതിനൊക്കെ തിരക്കിനിടയിൽ തന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ് സംരംഭവും എങ്ങനെയാണ് ആ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്? ഞാൻ കുറെ നാളുകൊണ്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്നും കൂടെ. ഇപ്പൊ അനിലേട്ടൻ ദുബൈയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളി ദുബൈയിലായിരുന്നു.
പിന്നെ അമ്മയും ഏട്ടനും കൂടെ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം പിന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. പുള്ളി ഫുൾ ടൈം കൂടെ തന്നെയാണ്. അപ്പൊ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം കുറെ നാളുകൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പുള്ളിയും കൂടെ എൻഗേജഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി നമുക്ക് എന്നാ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്താണ് ശ്രീകല. അപ്പൊ ചേച്ചി ഞാനും ഏട്ടനും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങളങ്ങ് തുടങ്ങി. അപ്പം ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടിയ ആളാണ് ഞാൻ വീഡിയോ ഇട്ട് കൊടുക്കാം, പിന്നെ ഞാൻ അതൊക്കെ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ മൊത്ത കാര്യങ്ങൾ ഇപ്പൊ എന്റെ തലയിലായി. എങ്ങനെയുണ്ട് സെഫിർ കളക്ഷൻസിൽ ആ ഒരു പേരെങ്ങനെയാണ് കണ്ടെത്തിയത്? സഫർ എന്റെ മോളാണ് ആ പേര് കണ്ടുപിടിച്ചത് കേട്ടോ. സഫർ അതിന്റെ ലോഗോ ക്രിയേറ്റ് ചെയ്തത് അബി എന്ന് പറഞ്ഞ ശ്രീകല ചേച്ചിയുടെ മോനാണ് അതിന്റെ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ സഫർ എന്ന് വെച്ചാൽ ഇളം കാറ്റെന്നാണ് അതിന്റെ അർത്ഥം. ഗ്രീക്ക് ദേവതയാണ് സഫർ. അപ്പം ഇങ്ങനെ ഈ ഫോട്ടോയൊക്കെ കാണുമ്പോ ഒരു വിഷമം കാണിക്കുമ്പോ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കാരണം ഇത്രയധികം തിരക്കിനിടയിലൊക്കെ ഇങ്ങനെ ഐഡിയപരമായിട്ട് എപ്പോഴും പുതിയ ബ്രാൻഡുകൾ, പുതിയ ഐഡിയാസ് അതൊക്കെ കൊണ്ടുവരണല്ലോ. ഈ ഒരു ബിസിനസ് കളക്ഷനൊക്കെ കൊണ്ടുവരുമ്പോൾ ആളുകൾ പുതിയ ട്രെൻഡിനനുസരിച്ച് സഞ്ചരിക്കും. അപ്പൊ അതിനൊക്കെയുള്ള ഒരു സമയമൊക്കെ എങ്ങനെയാ ചേച്ചി മാനേജ് ചെയ്യുന്നത്? അത് ഞാൻ ഒരു കുറച്ച് ഗ്യാപ്പ് കിട്ടിയ ഞാൻ അപ്പം എന്റെ ബിസിനസ്സുമായിട്ട് ഞാൻ മാറും. എന്ന് വെച്ചാല് ഒരു 100 രൂപ ഒരാൾ നമുക്ക് തരുന്നതോ അവര് വിശ്വസിച്ചല്ലേ നമുക്ക് തരുന്നത്, നമ്മളോടുള്ള വിശ്വാസമല്ലേ. അപ്പൊ അവർക്ക് നല്ല സാധനങ്ങൾ തന്നെ നമ്മൾ കൊടുക്കണമല്ലോ. മാക്സിമം ഞാൻ തന്നെ പോയി പർച്ചേസ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. ഞാൻ ചെന്നൈയിലും മൈസൂരും ഒക്കെ പോകാറുണ്ട്. ആദ്യം പോയി അവരുടെ അടുത്തെല്ലാം പോയി അവരുടെ നല്ല കളക്ഷൻ ആണോ എന്നൊക്കെ നോക്കി ഞാൻ പണ്ടേ വാങ്ങുന്ന ഓർണമെന്റ്സ് വാങ്ങുന്ന ഷോപ്പുകളിൽ നിന്ന് ഞാൻ വാങ്ങാറുണ്ട്. അപ്പൊ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ അവിടുത്തെ നല്ലതായിരിക്കും എന്നുള്ളത്. അതാണ് കൂടുതലും എല്ലാവർക്കും കൊടുക്കാറുള്ളത്. ഒരു ബിസിനസ് വുമൺ ആയപ്പോൾ ഉണ്ടായ ഒരു ചേഞ്ച് എന്താണ്? കുറച്ചും കൂടി ഒരു സീരിയസ്നെസ് ഈ പൈസയുടെ കാര്യത്തിലൊക്കെ അങ്ങനെയൊക്കെ മാറിയോ? എനിക്ക് അങ്ങനൊന്നും ഇല്ലെന്നേ. ഒരു ഉത്തരവാദിത്വം കൂടെ കൂടി, അത്രേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ടെൻഷൻ ഉണ്ടോ? എന്തെങ്കിലും തെറ്റിപ്പോവോ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ തെറ്റിപ്പോന്ന് വെച്ചാ പലർക്കും 1-2 വട്ടമൊക്കെ പാഴ്സൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. തെറ്റ് പറ്റാറുണ്ട്. അപ്പൊ അവര് വിളിച്ചിട്ട് പറയും, രശ്മി ഇന്നലെ ഒരെണ്ണം വന്ന് ഇന്ന് ഒരെണ്ണം കൂടെ വന്നല്ലോ. ഞാൻ പറഞ്ഞ വന്നോ, ശരി എന്നാ പിന്നെ ഞാനേ അതിന്റെ സർവീസിംഗ് ചാർജ് ഇട്ടേക്കാം, തിരിച്ചിങ്ങോട്ട് അയച്ചേക്കോന്ന്. പക്ഷെ അവരൊക്കെ പറയാൻ വേണ്ട, ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, അപ്പൊ ഞങ്ങൾ അതോടെ എടുത്തോളാം, അതിന്റെ പേയ്മെന്റ് ആരാണ്. എനിക്ക് തോന്നുന്നു അതൊരു ബിസിനസ് ട്രിക്ക് കൂടിയാന്ന് തോന്നുന്നു. ട്രിക്കല്ല, അബദ്ധം പറ്റുന്ന. ചേച്ചി ശരിക്കും ചേച്ചിയുടെ വേഷങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിപ്പം ചേച്ചിക്ക് ആഗ്രഹമുണ്ടോ ഇങ്ങനെ സീരിയസ് ആയിട്ട് കുറച്ച് കട്ടിയുള്ള വേഷങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ ചിരിപ്പിച്ചങ്ങ് പോണോന്നാണ് എന്റെ ആഗ്രഹം. എല്ലാരെയും ചിരിപ്പിച്ച് എല്ലാവർക്കും സന്തോഷം കൊടുത്ത്. ഞാൻ ഒരിക്കൽ അബുദാബി പോയപ്പം അവിടെ ഒരു അമ്മ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞതാണ്, പലതവണ അവരെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും എന്റെ കോമഡികൾ കണ്ടിട്ട് അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് വിഷമം വരുമ്പോ അവർക്ക് മരിക്കണം എന്ന് അവര് ചിന്തിച്ചിട്ട് അവര് കോമഡി കാണുന്നു. അതിൽ ഞാൻ മാത്രമല്ല അഭിനയിച്ചിരിക്കുന്നത്, പല കലാകാരന്മാരും ഉണ്ട് എന്റെ കൂടെ. പക്ഷെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, മോളെ നിന്റെ കോമഡി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരെനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ തരികയൊക്കെ ചെയ്തു. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിൽ ഒരാളെ ജീവിതത്തിലേക്ക് ഇത്രയും ചിരിപ്പിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ അതൊരു വലിയ സംഭവമല്ലേ. തീർച്ചയായും. ചേച്ചി ഇപ്പൊ കുറച്ച് നമുക്കൊരു വേറൊരു കാര്യം ചോദിക്കും. ഇപ്പൊ താരസംഘടനയിലൊക്കെ വലിയ വിഷയങ്ങൾ നടക്കാണ്, എന്തെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? എവിടാമ്മ? താരസംഘടനയിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുവാണ്. ഞാൻ ആ സംഘടനയിൽ ഇല്ല. അല്ല, എന്നാലും കൂടെയുള്ള ആളുകളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന കാണുമ്പോഴേ ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ടോ? സത്യം പറയാലോ, എന്റെ അടുത്ത് പലരും ഇങ്ങനെ ചോദിക്കുക അവിടെ എന്തോ പ്രശ്നം എന്നൊക്കെ. സാധാരണ ആൾക്കാർ എവിടെയെങ്കിലും പോകുമ്പോഴേ അപ്പൊ ഞാൻ അവരോട് ചോദിക്കും എന്തോ പ്രശ്നം. ഞാൻ സത്യത്തിൽ ഇതൊന്നും അറിയുന്നില്ല, ഞാൻ വേറൊരു ലോകത്താണ്. ഒരു ഇച്ചിരി ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ഒരു 2 കസ്റ്റമർ ഉണ്ടായിരിക്കും, അവർക്കുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ള വെപ്രാളത്തിലായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല. തീർച്ചയായും. അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടല്ലേ വീട്, സ്വന്തമായിട്ട് വീട് വെച്ചതൊക്കെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടതായിരുന്നു. എങ്ങനെയാണ് അത് പണ്ട് എന്റെ അച്ഛൻ വീട് വെച്ചപ്പം, അച്ഛനൊരു ചെറിയ വീട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ വീട് വെച്ചപ്പം അതിന് പിന്നെ റെഡ് ഓക്സൈഡും ബ്ലാക്ക് ഓക്സൈഡും വാങ്ങിയിട്ട് വന്നു തറയിടാൻ വേണ്ടിയിട്ട്. ഞാൻ അച്ഛനെ ഇടാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു ഇവിടെ ഇടുന്നെങ്കിൽ വെള്ള മാർബിളെ ഞാൻ ഇടത്തുള്ളൂ എന്ന് പറഞ്ഞു.
അപ്പൊ അച്ഛൻ പറഞ്ഞു അത് മാർബിൾ വാങ്ങാനൊന്നും എന്റെ പൈസയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു മാർബിൾ വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ തറയിടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ റെഡ് ഓക്സൈഡും ബ്ലാക്കും അങ്ങനെ നമ്മുടെ തട്ടിന്റെ പുറത്ത് അങ്ങനെ കിടന്നിരുന്നു. ഈ വീട് പണിയുന്ന സമയത്താണ് അത് എത്രയോ വർഷം ഞാന് ഒരു 10-25 വർഷത്തോളം ആ വീട്ടിൽ ഞാൻ താമസിച്ചു. പക്ഷെ തറ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഈ വീട് പണിയുന്ന സമയത്താണ് ഈ സാധനം എടുത്ത് അന്നേരവും അത് അവിടെ മേലിൽ കിടപ്പുണ്ട് അച്ഛൻ വാങ്ങിയത്. എന്നിട്ട് അച്ഛനോട് ഞാൻ പറയായിരുന്നു, അച്ഛന് ഞാനൊരു വലിയ വീട് വെച്ച് തരാം, വെള്ളം മാർബിളൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീട് വെച്ച് തരാം. പക്ഷെ പിന്നെ അത് മാറി ടൈലിലേക്ക് വന്നല്ലോ. അപ്പൊ വൈറ്റ് ടൈലൊക്കെയാണ് ഇട്ടത്. പക്ഷെ അത് കാണാൻ അച്ഛനില്ലാതെ പോയി, അതൊരു വിഷമം. തീർച്ചയായും അച്ഛന് അതൊക്കെ സന്തോഷമായിരിക്കും അല്ലേ, മകളുടെ ഒരു വളർച്ചയെ കാണും. എന്തായാലും ചേച്ചി ഈ തിരക്കിട്ട സമയത്ത് നമ്മോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചത് വളരെയധികം നന്ദി. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരോടും ഇപ്പൊ ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇനി സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ സീക്കേരളത്തിൽ വല്യേട്ടൻ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നുണ്ട് 7:30-നാണ്. അപ്പൊ അതും കാണണം, അതിന് റേറ്റിംഗ് കൂടണം. അതിന് റേറ്റിംഗ് കൂടിയാലേ പിന്നെ നമുക്ക് വർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാം കാണണം. പിന്നെ ഷോകൾക്ക് വരുമ്പോ ആ സ്നേഹം അതുപോലെ തന്നെ നിൽക്കണം. ഇപ്പൊ തരുന്ന എല്ലാ സപ്പോർട്ടും ഇനിയും തരണം. തീർച്ചയായും വളരെയധികം നന്ദി ചേച്ചി നമ്മോടൊപ്പം ഇത്രയും നേരം പങ്കുവച്ചതിൽ. എന്തായാലും വീണ്ടും മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.